ഞാൻ ഈ ക്ലാർക്ക് മതം മാറി അധ്യാപക മതത്തിലേക്ക് ചേർന്നു. അങ്ങനെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് വിതുര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പം നമ്മൾ ആദ്യക്കാർക്ക് കിട്ടണത് 8G അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളാണ്. അന്തക്കാലം അങ്ങനെയാണ്. അപ്പം ഞാൻ ആ ക്ലാസ്സിലേക്ക് സമയത്താണ് എനിക്ക് ക്ലാസ് തന്നത്. ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ മേശപ്പുറത്തൊക്കെ വിദ്വാന്മാർ ഇരിപ്പുണ്ട്, ചെണ്ടമേളം, വിവിധ കലാപരിപാടികളാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നെ പോലെ തന്നെ ലോകന്മാരും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഡേയ് ബെഞ്ചിലൊക്കെ പോയിരിക്കണം, ഞാൻ നിങ്ങളെ മലയാള സാറാണെന്ന്. ആഹാ എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു, ആരും പുസ്തകമൊന്നും നോക്കണ്ട, ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതണം, എന്തു വേണോ എഴുതാം. എന്തും എഴുതാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പച്ചത്തറി എഴുതരുത്, അതൊഴിച്ച് വേറെ എന്തും എഴുതാം. അങ്ങനെ അവർ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് മിക്കവാറും ആളുകളും കടന്നു. പുതുതായി വന്ന അധ്യാപകനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിരിക്കും മിക്കവാറും എല്ലാവരും എന്തെങ്കിലുമൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു, മക്കളെ തോന്നിവാസം എഴുതിയാൽ മതി, എന്തും എഴുതാം. ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സാറേ എൻ്റെ ജീവിതത്തെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്, സാറ് മാത്രം വായിച്ചു നോക്കണം, വേറെ ആർക്കും കൊടുക്കരുതെന്ന്. അങ്ങനെ പലരും പലതും എഴുതി. ഞാനിതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി പലതും വായിച്ചു. അതിൽ ഒരു കീറ കടലാസിൽ, അത്ര വൃത്തിയുള്ള കടലാസല്ല, മുഴുവൻ അക്ഷരത്തെറ്റുമായിട്ടൊരു കഥ വന്നു. പട്ടിയിര കഥ എന്നാണ് ആ കഥയുടെ പേര്. എൻ്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അക്ഷരത്തെറ്റാണ്. ആ പട്ടിക്ക് 4 കാലും 1 വാലും 1 മൂക്കും 2 കണ്ണും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒറ്റ മുറിയേ ഉള്ളൂ. വരാന്തയിൽ ഞാനും പട്ടിയും കിടക്കും. ഭയങ്കര മഴയുള്ള ഒരു രാത്രി പട്ടി കിടുകിട വിറച്ച് ചത്ത്. ഞാൻ പെടുത്തിട്ട് വന്ന് കിടന്ന് സുഖമായി ഉറങ്ങി. ഞാൻ ഈ കഥ വായിച്ച് അന്തം വിട്ടുപോയി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരാൾ മരിച്ചു പോയാൽ നമുക്കെങ്ങനെ വന്ന് കിടന്ന് സുഖമായി ഉറങ്ങും? ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, മക്കളെ ഇതെങ്ങനെ പറ്റും? സാറേ ഇത് കഥയല്ലേ എന്ന്. അന്ന് കിട്ടിയ അടിയുടെ വേദന സത്യത്തിൽ ഇന്നും പോയിട്ടില്ല. ഞാനിതൊരു മലയാളം ടീച്ചറെ കാണിച്ചു. ടീച്ചറെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ടീച്ചർ അപ്പം തന്നെ ആ കഥയിലെ അക്ഷരത്തെറ്റ് മുഴുവൻ എണ്ണി. 37ഓളം അക്ഷരത്തെറ്റുകൾ കഥ തുടങ്ങി മുഴുവനും തിരുത്തി. അതിലെ കഥയെ മുഴുവനും ടീച്ചർ കൊന്നുകളഞ്ഞു. എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. പക്ഷേ അവർ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രി സാറിനെ, ശശിപാലൻ സാറിനെ കാണിച്ചു. സാറ് വായിച്ചു നോക്കിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയതല്ല. പിന്നെ 8Gയിലെ കുട്ടിയാണെന്ന് പറഞ്ഞു. മിടുക്കനാണല്ലോ, നമുക്കൊരു സമ്മാനം കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ശശിപാല നീ പോയി മലയാളം പഠിപ്പിക്കണം, നമ്മളെ ഭവൻ ടീച്ചറെ കെമിസ്ട്രി പഠിപ്പിക്കാനും നിയോഗിക്കണം, അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ സംസ്കാരം ചത്തു, കെമിസ്ട്രി ചത്തുപോയാലും കുഴപ്പമില്ല, സംസ്കാരം ചത്തുപോരുതെന്ന്. ഇതെങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത്? ആ കഥ അലട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കഥയാണ്.